എന്താ പറയാൻ പറയണേ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പറയേ നല്ല സുന്ദര കുട്ടപ്പനായിട്ടിട്ട് ഏതൊക്കെ മുള്ളല്ലേ എല്ല്. അപ്പൊ നമുക്ക് ഈ ചിക്കനോട് എന്തുണ്ടാക്കണ്ട ആദ്യമേ? എന്തുണ്ടാക്കണ്ടേ ചിക്കനോട്? ചിക്കനോട് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ? ചിക്കൻ പൊരിക്കേ വേണ്ടത്, കറി വെക്കേ വേണ്ടത്? ഏത് കളർ ചിക്കനാ ഉണ്ടാക്കേണ്ടത്? ഗ്രീൻ കളർ ചിക്കൻ വേണം. എന്താന്ന്? ഗ്രീൻ കളർ ചിക്കൻ വേണം. ഗ്രീൻ കളർ ചിക്കൻ വേണം. എന്റെ മാതൃ ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടിട്ട് അപ്പൊ നമുക്ക് ഗ്രീൻ കളർ ചിക്കൻ വേണം. അപ്പൊ നമുക്ക് എന്തായാലും ഗ്രീൻ കളർ ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ. ഈ സുന്ദരൻ ചിക്കൻ പറഞ്ഞില്ലേ? എനിക്ക് ഞാൻ കയ്യൊക്കെ കഴുകട്ടെ കേട്ടോ ചിക്കൻ ഇട്ടിട്ട്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ പിന്നെ ഞാനധികം ഒന്നും പറയണ്ട. അപ്പം നമ്മൾ ചിക്കൻ്റെ റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിൽ ഗ്രീൻ ചിക്കൻ ആദ്യമന് വേണം. ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പി ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോസ് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഒരു ചെറിയൊരു സപ്പോർട്ട് ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് നമ്മളെ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ആദ്യം എന്താ ഇട്ടെന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പും പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം തക്കാളിയും സബോളയും ഉണ്ട്. ഞാൻ ഒരു ചെറിയൊരു സബോളയും അതുപോലെ തന്നെ നമുക്ക് തക്കാളി ഒരു ഹാഫാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു തക്കാളിയുടെ പകുതിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഇടയിതാ മതി, കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുള്ള കാരണം എരിവ് നോക്കിയും കണ്ടു വേണം ഇടാൻ. പിന്നെ നമുക്ക് നല്ല ജീരകം, പെരുംജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്കിതിലിട്ട് കൊടുക്കേണ്ടത് മന്തി മസാല ഇട ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മന്തി മസാല ഓപ്ഷനിലാണ്, ഞാൻ എൻ്റെ ഉള്ള കാരണമായിട്ട്. പിന്നെ നമുക്ക് ചിക്കൻ മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മെയിനായിട്ട് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പിടാൻ ആരും മറന്നു പോകണ്ട കേട്ടോ. നമ്മുടെ മെയിനായിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഉപ്പും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾ ഈ ഒരു ഈ മിക്സ് നിങ്ങളൊരാളും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഇടാം. ഒന്നും തന്നെ സ്കിപ്പ് ചെയ്തിടാൻ നിങ്ങൾ നോക്കുക. കാരണം എന്താ പറയുക, നമ്മുടെ മന്തി മസാല പൗഡർ ഓപ്ഷനിലാണ്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ അതുപോലെ തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മൾ ഇതിലിട്ടിട്ടുള്ളത് പിന്നെ ഒരു എഗ്ഗാണ് കേട്ടോ. ഒരു മുട്ട ഞാൻ അതിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആരും മറക്കേണ്ട എന്തൊക്കെയാണെന്നുള്ളത് വേപ്പിൻ്റെ ഇല, പുതിനയില, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി, തക്കാളി, സബോള, ജീരകം, അങ്ങനെ എല്ലാ സാധനങ്ങളും നിങ്ങളൊന്നും കൂടി നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ മെഷർമെൻറ്റെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ സെറ്റായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ശേഷം നമ്മുടെ മിക്സിയിലിട്ടിട്ട് നമുക്കത് നല്ലപോലെ നടിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ നടിച്ചെടുക്കണം. നമ്മുടെ ചിക്കനേക്കുള്ള മസാലയാണ് കേട്ടോ റെഡിയാക്കണത്. നമ്മൾ ആദ്യം കൂടെ വന്നിട്ട് റെഡിയായോ എന്നൊന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മസാല ഇവിടെ നല്ലപോലെ അരച്ച് റെഡിയായി വരണം. ഒരു തരി പോലും വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ മുട്ടയിൽ ഒഴിച്ചുള്ള കാരണം നമുക്കതിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഗ്രീൻ മസാലയുടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് ചിക്കൻ സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനോടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിനിട്ടിട്ട് നമുക്ക് ഇടിച്ച് ശരിയാക്കണം കേട്ടോ. നമുക്കിതിനൊന്ന് എന്താ പറയുക, നമ്മളിൽ ഉള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതിനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിതിനെ നമുക്ക് ചപ്പാത്തിയാക്കി എടുക്കണം. മനസ്സിലായില്ലേ? ഇതിന് നല്ലപോലെ നമുക്ക് ഇടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാട്ടി കൂട്ടണത്. നമ്മൾ ആദ്യം എനിക്കിഷ്ടമല്ല കേട്ടോ ലെഗ് പീസ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പീസാണ് ലെഗ് പീസ്. പക്ഷേ മമ്മീന് ഭയങ്കര ഇഷ്ടമാണ് ലെഗ്. ഭയങ്കര ഇഷ്ടമെന്നല്ല, കുട്ടിയല്ലേ, അവനക്ക് പിന്നെ ഏത് കൊടുത്താലും അവൻ കഴിച്ചോളൂ. അതുകൊണ്ട് പിന്നെ ലെഗ് പീസ് ആദ്യമാണ് കഴിക്കുക. അതുപോലെ അവൻ്റെ വാപ്പച്ചിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലെഗ് പീസ്. വാപ്പാക്കും മോനിക്കും ലെഗ് ഇഷ്ടമാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പീസ് എന്താണെന്നറിയില്ല. ലെഗ് പീസ് ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം എന്താണെന്നറിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്മേന്ന് ഇങ്ങനെ എന്താ പറയുക, കണ്ടില്ല, ബ്ലഡൊക്കെ വന്നു. അപ്പോൾ എനിക്കെന്തോ നമ്മളിനി അത് വീണ്ടും നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ പരിപാടി തുടങ്ങാൻ. നിങ്ങൾ ആരും വിചാരിക്കണം അങ്ങനെ എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കാൻ നിൽക്കുമെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ഇതിന് നല്ലപോലെ കഴുകിയിട്ടാണ് നമ്മളിത് എടുക്കുള്ളൂ കേട്ടോ.
അങ്ങനെ നമ്മുടെ ഇത് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ പാത്രത്തിലോട്ട് നമ്മൾ ചിക്കനത് ഇതിനെ ചപ്പാത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കാം കേട്ടോ. ഇതിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഞാൻ സുർക്കൊക്കെ വെച്ചിട്ട് കുറച്ച് സെറ്റാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതിലോട്ട് നമ്മുടെ ഈ മസാല നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സുർക്ക് ഒഴിക്കുന്നത് എന്തിനാണെന്നറിയോ, നമുക്ക് ഈ ബ്ലഡും ചിക്കൻ നല്ലപോലെ ക്ലീനായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സുർക്കയിലിട്ട് വെക്കണത്, വേറെ ഒന്നിനുമല്ല. അപ്പം നമ്മുടെ ഈ മസാല നമ്മുടെ ചിക്കനിലോട്ട് നമ്മൾ ഈ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. നിങ്ങൾക്ക് കുറേ ടൈമോ ഒന്നും വേണ്ട. പക്ഷെ എന്താ, നമ്മുടെ ഈ മസാല തേച്ചിട്ട് നമ്മൾ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ നമ്മൾ മാക്സിമം മസാല തേച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് നല്ലപോലെ മസാല ഇറങ്ങി കിട്ടും. ഇനി നമുക്കിതിലോട്ട് കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മസാല തേച്ച് വെച്ച ചിക്കൻ നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ തന്നെ നമുക്ക് നല്ല മസാല ഒക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് നമ്മൾ ചിക്കൻ റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ ഇപ്പോൾ ഇത് ഗ്രീൻ ഡേ ഓരോ കളേഴ്സ് ഔട്ട് ഡേ ഒക്കെ വരണതല്ലേ. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷ് തന്നെയാണ്. പിന്നെ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ആ എളുപ്പത്തിൽ നമുക്ക് ഈ മസാലയുടെ റെഡിയാക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിലെങ്ങാനൊക്കെ നമുക്കൊരു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പൊരിക്കാവുന്നതേ ഉള്ളൂ, ഫ്രൈ ചെയ്യാനുള്ളതുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് ഈ പാൻ എന്തിനാണ് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ചിക്കൻ ഉണ്ടാക്കാനാണെന്ന്. അല്ല ഗൈസ്, നിങ്ങൾക്ക് തെറ്റിപ്പോയി. നമുക്കിതിലേക്ക് റൈസ് വേണ്ടേ. നമ്മൾ ആദ്യമേ നെയ്ച്ചോറ് വേണമെന്ന് കേട്ടോ പറഞ്ഞു. ഞാൻ ആദ്യമേ മന്തി എങ്ങാനും മതിയില്ലേന്ന് വെച്ച്. മന്തി വേണ്ട മുച്ചി, എനിക്ക് ചിക്കൻ നെയ്ച്ചോറ് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എന്തായാലും വേണ്ടിയില്ല, നമ്മൾ ആ മസാലയിൽ ഒരു കുറച്ച് ബാക്കിയുള്ള മസാല ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഒരു പരീക്ഷണം. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ റൈസ് ഉണ്ടാക്കണത്, ഫസ്റ്റ് ടൈമാണ്. ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല, നമുക്ക് നോക്കി നോക്കാം. ഉണ്ടാക്കിയിട്ട് നമുക്ക് വിജയിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളൂ. ഞാൻ എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ പരീക്ഷിച്ചിട്ട് ഞാനത് വിജയിച്ച് ടേസ്റ്റ് ഉള്ളത് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ. ഇല്ലാത്തത് ഞാൻ യൂട്യൂബിൽ ഇടാറില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഈ റൈസ് ഉണ്ടാക്കി നോക്കുമ്പോൾ വിചാരിച്ച് ഉണ്ടാക്കി നോക്കാം, ടേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വിചാരിച്ചു. പക്ഷേ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടമായി. അപ്പോൾ അവിടെ ജാഷിക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാഷിക്കാക്ക വന്നപ്പോൾ ജാഷിക്കാക്കും കൊടുത്തു നോക്കിയപ്പോൾ ജാഷിക്ക പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി. അപ്പോൾ ധൈര്യമായിട്ട് അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൈസ് ഉണ്ടാക്കാനും എളുപ്പം തന്നെയാണ് കേട്ടോ. സെയിം മെത്തേഡ് തന്നെയാണ് ഈ ചട്നി നമ്മളെ ചിക്കനിലേക്ക് ഉണ്ടാക്കി നമ്മളെ മസാല ഉണ്ടല്ലോ, ആ ഒരു മസാലയാണ് ഇതിലോട്ട് വേണ്ടത്. നമുക്ക് ഈ ഓയിൽ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചിട്ടുള്ളത്, ഓയിലാണ്. ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് അതിൽ ജീരകം ഇട്ടിട്ട് നമുക്ക് പൊട്ടിക്കാം. ഒരു ഭംഗിക്കാണ് കേട്ടോ ഞാൻ ജീരകം ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമുക്കതിലോട്ട് നമ്മുടെ ഈ അടിച്ച് വെച്ചതുണ്ടല്ലോ, അതിലൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിലോട്ട് ഈ പാനിലോട്ട് നമുക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, ലോ ഫ്ലെയിമിലല്ല. ഞാൻ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഒരു പരീക്ഷണം എന്തായാലും വിജയിച്ചു. അപ്പോൾ പിന്നെ അതെന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മക്കൾക്കൊക്കെ എന്തായാലും അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടമാവുകയും ചെയ്യും, അവർ കഴിക്കുകയും ചെയ്യും. എൻ്റെ ആദമ്മ് അങ്ങനെയാണ് കേട്ടോ. അവൻ എൻ്റെ പോലെയാണ്. സ്പെഷ്യലായിട്ടുള്ളതൊക്കെ നല്ലോണം കഴിക്കും. വെറും ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കഴിക്കുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം കഴിക്കും കേട്ടോ. ഞാനും ആ ഒരാളാണ്, അങ്ങനത്തെ ആളാട്ടോ. ഉമ്മയുടെ മോനല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ചെറുതായിട്ടുണ്ടാവും. എൻ്റെ പോലെയാണ്. അവനക്ക് വിശന്നാലും ഇഷ്ടമില്ലാത്ത ഭക്ഷണം എന്നുണ്ടെങ്കിൽ അവൻ കഴിക്കില്ല. ഞാനും അങ്ങനെ തന്നെയാണ്. എത്ര വിശന്നാലും ഇഷ്ടമില്ലാത്ത ഫുഡാണെന്നുണ്ടെങ്കിൽ ആ വിശപ്പ് സഹിച്ച് അവിടെ ഇരിക്കും. പക്ഷെ നല്ല ഇഷ്ടമുള്ള ഭക്ഷണം എന്നുണ്ടെങ്കിൽ മാത്രം കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഇരിക്കും, വിശന്നിട്ട് അവിടെ ഇരിക്കും. ആണ് ഞാനും അതുപോലെ തന്നെയാണ്. ഇപ്പം എൻ്റെ ആദമും അതുപോലെ തന്നെ ഉണ്ടോ വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ റൈസിൻ്റെ നമ്മൾ അരി ഒരു ചെറിയൊരു കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനും ആദമും എല്ലാം ബേബി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഒരു ചെറിയൊരു കപ്പ് അരി. അപ്പോൾ നമ്മൾ ആ അരി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കാതെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഇട്ടുള്ളത്. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് വേറെ വെള്ളം ഒഴിക്കാം, ഇത് കുക്കാവാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളെ റൈസ് നമുക്ക് നല്ല തിളച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ ഈ വെള്ളം. അപ്പം നമുക്ക് അതിനുവേണ്ടി നമുക്കിനി വെയിറ്റ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മൾ വെള്ളം നല്ലപോലെ വറ്റി ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിലൊരു പണിയുണ്ട് കഴിച്ചു. മാഗി ക്യൂബില്ലേ, വീട്ടിൽ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. മാഗി ക്യൂബിൻ്റെ വേറൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാനിതിൽ കുറച്ച് ഒരു മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്. എന്തായാലും റൈസെല്ലാം ഉണ്ടാക്കണം, ആ ഒരു ഇതിൻ്റെ ടേസ്റ്റ് മാത്രം ഉണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൽ മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മാഗി ക്യൂബിൻ്റെ പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചില്ല സബോളയും അങ്ങനെ നെയ്ച്ചോറ് പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആക്കിയിടാന്ന്. പിന്നെ വിചാരിച്ച് വേണ്ട, സബോളയും തക്കാളിയൊക്കെ മറ്റേ മസാലയിൽ ഉണ്ടാക്കണേൽ ഇട്ടിട്ട് ഓൾറെഡി ഞാൻ അതിലിട്ടിട്ട് അടിച്ചിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല. അപ്പം ഞാനിപ്പോൾ ആ ഒരു കപ്പ് അരി ഇട്ടതിനുള്ള 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ റൈസ് കുക്കാകാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഇടാൻ പോകുന്നത് വെച്ചിട്ട് നമുക്കതൊക്കെ വറ്റി അതിൽ സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിലോട്ട് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് നമുക്ക് സെറ്റായി വരാം. പിന്നെ ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചും കണ്ട് മാത്രം ഉപ്പിടുക, കാരണം നമ്മൾ മാഗി ക്യൂബ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മളിതേ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കായി വരണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കന് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കന് ഒരു കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ, ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ, വെയിറ്റ് ചെയ്തിരിക്കട്ടെ. അപ്പോഴത്തേനും നല്ല ടേസ്റ്റ് ആയിട്ട് വരും. കണ്ടില്ലേ? അപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഗൈസ്, കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വേപ്പിൻ്റെ ഇലയും പുതിനയും മല്ലിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ ഇങ്ങനെ സ്മെല്ലിന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ റൈസ് കൊണ്ട് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് സ്മെല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിട്ടിട്ട് ഇനി നമ്മൾ ഇടാൻ പോണത് നമ്മുടെ ഗരം മസാല പൗഡർ ഉണ്ടല്ലോ, ഗരം മസാല പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കണം. നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണം കിട്ടും. നല്ലതാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. ഞാൻ ആ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിലും എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള റൈസ് ഉണ്ടാക്കണം, അതിൻ്റെ മേലെ ഞാൻ ഗരം മസാല പൗഡർ അതിൻ്റെ ഉമ്മ കണ്ടിട്ട് ഞാൻ ഇടുന്നതാണ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും ഇല്ലേ? അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ അതും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലായിട്ട് ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിൻ്റെ പരിപാടിയിലോട്ട് നമുക്ക് കടക്കാം. റൈസ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ അവിടെ അത്യാവശ്യം നേരം നമുക്ക് അവിടെ ഇരുന്ന് സെറ്റായി വന്നിട്ടുണ്ട്, മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ആളെ നമ്മൾ ചോദിച്ചു, ഉമ്മച്ചേ നല്ല സ്മെല്ല് വരണുണ്ടല്ലോ, ചിക്കൻ ആയില്ല ഉമ്മച്ചിയെ, ചോറായില്ല ഉമ്മച്ചിയെ എന്ന് വെച്ചിട്ട് വന്ന്. അപ്പം ഞാൻ പറഞ്ഞിട്ട് ആ ചോറായിട്ടുണ്ട്, നമുക്കിനി ചിക്കനും കൂടി ഇപ്പം ആവട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പാൻ വീണ്ടും ഞാനത് റൈസ് വേറെ ഇതിലോട്ട് മാറ്റിയിട്ട് ഞാൻ വേറെ പാനായി നമുക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. സൗണ്ടിന് ചെറിയ എന്തോ ഒരു പ്രശ്നമുണ്ട്. വോയിസ് ഓവർ പണ്ടത്തെ ആദ്യത്തെ പോലെ വലിയ ഉഷാറിൽ കൊടുക്കാൻ പറ്റണില്ല, സൗണ്ട് എന്താ കിച്ച് എന്തോ പോലെ. അപ്പോൾ നമുക്ക് എന്താ പറയുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ അതിൽ കേൾക്കാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിൽ എത്ര ചിക്കൻ ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മളിതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ചൂടായി വരണം. നമ്മൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഒന്നും നോക്കണ്ട, നമ്മളവിടെ ആക്കി വെച്ച് നമ്മുടെ ചിക്കൻ അങ്ങനെ നമുക്കിതിലോട്ടാണ്ട് കൊട്ടിക്കൊടുക്കാം, ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ അതിലിട്ടിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് വെച്ചിട്ട് നമ്മളെ മസാല വെന്ത് കിട്ടും. കാരണം നമ്മൾ ചിക്കനെ നമ്മൾ ഇടിച്ച് ചപ്പാത്തി ആക്കി വെച്ചിട്ടുണ്ട്. ഇടിച്ച കാരണം മസാലയും നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് നമുക്കിനി സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്കിത് അവിടെ സെറ്റാക്കി വെക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഒരൊറ്റ വീട്ടിൽ തന്നെ റൈസും അതുപോലെ തന്നെ ചിക്കനും ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും അധികം പണിയില്ല, രണ്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നത് തന്നെയാണ്. റൈസ് ആയാലും ചിക്കൻ ആയാലും സെയിം മെത്തേഡ് തന്നെയാണ് മസാലക്ക്. അപ്പോൾ റൈസിൻ്റെ പരീക്ഷണമായിരുന്നു കേട്ടോ, പക്ഷെ അത് മാഷാള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നത്. അതുപോലെ ചിക്കനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുവരേക്കും ബൈ.
അപ്പം നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഇനി ഇതുപോലെ ഫുഡ് വ്ളോഗോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കണത് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുമായിരിക്കും. സൂപ്പറായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഇനിയും തന്നെ അങ്ങോട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ റൈസും ചിക്കനും സൂപ്പർ തന്നെയായിരുന്നു. ട്രൈ ചെയ്താക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ. ബൈ.